ഇങ്ങനൊരു ആക്ടിവിറ്റി ചെയ്തുകൊണ്ട് ഒരാളുടെ ജീവിതം തകർക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി ചെയ്യാൻ തീരുമാനിക്കുന്ന ഒരു വിഡ്ഢിത്തരം, ഇത്രയും വിഡ്ഢിത്തരം ഇത് 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 ചെയ്യാൻ വേണ്ടിയിട്ട് ദിലീപിനെ പോലൊരാൾ ഒരിക്കലും പ്ലാൻ ചെയ്യാനുള്ള ഒരു സാധ്യതയും ഉണ്ടാവില്ല എന്നതാണ് റിയാലിറ്റി. പിന്നെ മാത്രമല്ല, പോലീസിന് സുനിയെയും ദിലീപിനെയും തമ്മിൽ കണക്ട് ചെയ്യത്തക്ക തെളിവുകളൊന്നും കിട്ടിയിട്ടില്ല. 376B എന്ന് പറയുന്ന വകുപ്പ് 20 വർഷം ശിക്ഷിക്കാൻ പറ്റുന്നൊരു വകുപ്പാണ്. ഈ വകുപ്പിൻ്റെ ഗ്രാവിറ്റി അനുസരിച്ചിട്ടാണ് ഈ ജാമ്യം കൊടുക്കുന്നത്. അതായത് നമുക്ക് ഏത് വകുപ്പാണെന്നുണ്ടെങ്കിൽ ആ വകുപ്പിനൊരു ഗ്രാവിറ്റി ഉണ്ടാവും. ഇപ്പം 307 എന്ന് പറയുന്നൊരു വകുപ്പുണ്ട്, വധശ്രമം. 308 എന്ന് പറയുന്ന വകുപ്പുണ്ട്, വധശ്രമം. രണ്ടും വധശ്രമമാണെന്നുണ്ടെങ്കിലും ഒന്ന് കരുതി കൂട്ടിയിട്ടുള്ള വധശ്രമമാണ്. അതായത് നമ്മൾ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് തന്നോട് പെട്ടെന്ന് ദേഷ്യം ഉണ്ടാവുകയും ഞാൻ കൈ കിട്ടിയൊരു സാധനം എടുത്ത് നിങ്ങളെ അടിച്ചു, ഞാൻ നിങ്ങളെ അടിച്ച സമയത്ത് പെട്ടെന്ന് മരണകാരണമാവുന്നൊരു കുഴപ്പമുണ്ടായി എന്ന് വെച്ചോളൂ. അതല്ല, നിങ്ങൾ പോകുന്ന വഴിയിലെല്ലാം ഞാൻ കാത്തു നിന്നിട്ട് കൊല്ലാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അതാണ് ഈ വകുപ്പുകളുടെ, രണ്ടും വധശ്രമമാണെന്നുണ്ടെങ്കിലും വകുപ്പുകളിലുള്ള വ്യത്യാസം. അതിനനുസരിച്ചിട്ട് തന്നെ ജാമ്യം കൊടുക്കുന്നതിന് വ്യത്യാസമുണ്ട്. 308 ആണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ പെട്ടെന്ന് ജാമ്യം കിട്ടാം. 307 ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മിനിമം 1 മാസം അല്ലെങ്കിൽ 42 ദിവസം കിടന്നേക്കാം, 28 ദിവസം കഴിഞ്ഞാൽ കിട്ടും. 308 14 ദിവസം കഴിഞ്ഞാൽ കിട്ടും. അതേ കണക്ക് 376B എന്ന് പറയുന്ന ഒരു വകുപ്പാണ് ഈ പറഞ്ഞ വിഷയത്തിൽ ദിലീപിന് മുകളിലേക്ക് ഇട്ടേക്കുന്നത്. ആ വകുപ്പിൻ്റെ ഒരു ഗ്രാവിറ്റിയിൽ, ഈ സെയിം വകുപ്പിൻ്റെ ഗ്രാവിറ്റിയിലാണ് പൾസർ സുനിയൊക്കെ ഇപ്പോഴും റിമാൻഡിൽ കിടക്കുന്നത്. പക്ഷേ റിമാൻഡാണെന്ന് ആലോചിക്കണേ, ഇത്രയും വർഷം റിമാൻഡാണ്. അത് ദിലീപിന് ജാമ്യം കിട്ടിയെന്ന് പറയുന്നത് തന്നെ കോടതിക്ക് ബോധ്യപ്പെടും. ഇല്ലെങ്കിൽ ദിലീപിനെ അതായത് ഒരു കാര്യം കൂടെ കണക്ട് ചെയ്ത് ഞാൻ ക്ലോസ് ചെയ്യാം. ഒരാൾ ശക്തമായി വളർന്നുകൊണ്ടിരിക്കുമ്പോൾ ആ വളർന്നുകൊണ്ടിരിക്കുന്ന ആൾക്ക് വലിയ ശത്രുക്കൾ ഇപ്പുറത്തുണ്ടായിക്കൊണ്ടേയിരിക്കും. ഇവരെല്ലാവരും കൂടി ചേർന്ന് ഒന്നിച്ചതായിക്കൂടെ എന്നും കൂടിയുള്ള ഒരു സംശയം. പിന്നെ ഇതൊക്കെ ബാക്കി കാര്യങ്ങളെല്ലാം തന്നെ ഇതേപോലെ ഒരു ഇൻ്റർവ്യൂവിൽ എനിക്ക് വന്നിരിക്കണം, അഭിമാനത്തോടുകൂടി വന്നിരിക്കണം. അന്ന് എല്ലാവരും അടിയിൽ കമൻ്റ് എഴുതണം, അഖിൽ മാരാർ പറഞ്ഞതെല്ലാം ശരിയായിരുന്നു. പക്ഷേ അഖിൽ, ഈ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്നത്, ഇപ്പം താങ്കൾ പറഞ്ഞു കേരള പോലീസ് ഭയങ്കരമായിട്ട് ഫാബ്രിക്കേറ്റ് ചെയ്യാൻ ലോകത്തെ ഏറ്റവും മിടുക്കുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് കേരള പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന്. കുറ്റം തെളിയിക്കാനും. അതെ. അപ്പം ഇങ്ങനെ ഒരു താങ്കളെ പോലെ, അല്ലെങ്കിൽ ഇപ്പം താങ്കൾ പറയുന്ന വാക്കുകൾക്ക് ചെവി കൊടുക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. താങ്കൾ ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ നിലവിലെ സിസ്റ്റത്തെ, അല്ലെങ്കിൽ കേരളത്തിലെ ജുഡീഷ്യറി ആണെങ്കിലും അല്ലെങ്കിൽ പോലീസ് ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിലും ഇത് ജനങ്ങൾക്കൊരു ഉപകാരപ്രദമല്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും നീതി ലഭിക്കില്ല എന്നുള്ള ഒരു കോണ്ടന്റ് അല്ലേ താങ്കൾ കൊടുക്കുന്നത്? അല്ല, അങ്ങനല്ല. അതായത് ഇപ്പം പേര് മാറി പോലീസ് പിടിച്ചുകൊണ്ട് പോയി തല്ലിക്കൊന്നിട്ടുണ്ട്. വാരാപ്പുഴയിൽ ശ്രീജിത്ത് എന്ന് പറയുന്നൊരു ചെറുപ്പക്കാരനെ പേര് മാറിയിട്ടാണ്, അതായത് മറ്റൊരു ചെറുപ്പക്കാരൻ്റെ പേരിൽ അവന് വേറൊരു പയ്യനെ, അതൊരു ദളിത് ചെറുപ്പക്കാരനാണ്, തല്ലിക്കൊന്നിട്ടുണ്ട്. മുടി മുറിക്കാത്തതിൻ്റെ പേരിൽ വിനായകൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ പോലീസുകാരടിച്ചു കൊന്നിട്ടുണ്ട് എന്ന് കരുതി കേരളത്തിലുള്ള എല്ലാ പോലീസുകാരും ഇങ്ങനെയെന്നുള്ളതൊന്നും അല്ല അർത്ഥം. പോലീസ്, അതാ ഞാൻ പറയുന്നത്, ഒരേ സമയം തന്നെ കേസിനെ മനോഹരമായി ഫാബ്രിക്കേറ്റ് ചെയ്യാനും ഒരേ സമയം തന്നെ മനോഹരമായി കേസ് തെളിയിക്കാനും ഇവർക്ക് ശേഷിയുണ്ട്. പക്ഷേ ഇവരെല്ലാം സ്വാധീനത്തിലാണ്. ഓരോ കേസിൻ്റെ കാര്യങ്ങളിലും ഇവരെല്ലാവരും വ്യത്യസ്ത തലങ്ങളിൽ സ്വാധീനത്തിലാണ്. എന്തിനായിരിക്കണം ദിലീപിന്, ഇപ്പം താങ്കൾ പറയുന്ന അനുസരിച്ചിട്ട് എന്തിനാ അത്രയും ഒരു തരത്തിലേക്ക് പോകേണ്ട ആവശ്യമുണ്ട്? വളർച്ച എന്ന് പറയുമ്പോൾ ഒരാളെ തകർക്കാൻ പല മാർഗ്ഗങ്ങളും നോക്കിക്കൊണ്ടിരുന്നു. ഇപ്പോൾ ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ നമ്പി നാരായണൻ എന്ന് പറയുന്ന മനുഷ്യനെതിരെ ഇവിടെ കേസെടുത്ത് ഇട്ടതാരാ? അത് കേരള പോലീസ് തന്നെയല്ലേ. എത്രയോ കാലം ആ മനുഷ്യനെ വേട്ടയാടി. പിന്നീട് ഇപ്പോൾ അയാൾ അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവൻ നശിപ്പിച്ച് നാരായണക്കല്ലടിച്ച് കളഞ്ഞതിന് ശേഷം ഇന്ന് നമ്മളിരുന്നിട്ട് പറയുകയാണ്, അയ്യോ അന്ന് കാണിച്ചത് ശരിയായില്ല. ഇപ്പം ദിലീപിനെ അവർ എവിടെയാണ് ദിലീപിനെ ഒതുക്കേണ്ടത്? കൊച്ചിയിലെ നഗരത്തിൽ മലയാള സിനിമയെ നിയന്ത്രിക്കത്തക്ക ഒരു ശക്തിയായി ദിലീപ് വളരുന്നു. ഇവനെ ഏത് വിധേനയും പണിയണം, ഇല്ലെങ്കിൽ നമുക്കെല്ലാം നഷ്ടമാണെന്ന് കരുതി ഇപ്പുറത്ത് ഒരു സിനിമ പോലെ കണ്ടാൽ ഇപ്പുറത്ത് ഒത്തുകൂടുന്ന ഒരു വിഭാഗം ആൾക്കാർ. അപ്പോൾ അവരുടെ ആ ഒത്തുകൂടലിൽ ദിലീപ് എന്ന് പറയുന്ന വ്യക്തിയെ അല്ല തകർക്കേണ്ടത്. ദിലീപ് എന്ന് പറയുന്ന സിനിമാ നടനെ, ദിലീപ് എന്ന് പറയുന്ന നിർമ്മാതാവിനെ, ദിലീപ് എന്ന് പറയുന്ന ഡിസ്ട്രിബ്യൂട്ടർ, അതായത് ഡിസ്ട്രിബ്യൂട്ടർ അസോസിയേഷൻ പ്രസിഡന്റ്, പ്രൊഡ്യൂസർ അസോസിയേഷനിലെ ശക്തൻ. ആ സമയത്ത് തിയേറ്റർ സംഘടന പൊളിയുന്നു. ലിബർട്ടി ബഷീറും സംഘടനാ പ്രസിഡൻ്റായിട്ടിരിക്കുന്ന ലിബർട്ടി ബഷീറിനെ മാറ്റിക്കൊണ്ട് ദിലീപിൻ്റെ നേതൃത്വത്തിൽ പുതിയ തിയേറ്റർ സംഘടന വരുന്നു. അയാൾ അതിൻ്റെ പ്രസിഡൻ്റാവുന്നു. മലയാള സിനിമയുടെ ട്രഷറർ തുടങ്ങി സകല കാര്യങ്ങളിലും സ്ട്രോങ് ആയി നിൽക്കുന്ന ഒരാൾ, അയാളെ ഏത് വിധേനയും തകർക്കണം, അയാളുടെ കരിയർ ഇല്ലാതാക്കണം എന്ന് കരുതി നോക്കുന്ന ആൾക്കാർക്ക് ഒരു വലിയൊരു കാരണം കിട്ടുകയാണ്. ആ കാരണത്തെ ഫോക്കസ് ചെയ്യുകയാണ്. അതിന് വേണ്ടിയിട്ട് ഇവർ കരുതി കൂട്ടി കളിച്ചാലെന്ന് അല്ലെന്ന് ഇങ്ങനെ നമുക്ക് പറയാൻ പറ്റും. അതിലൂടെ സംഭവിച്ച് ആലോചിച്ച് നോക്കൂ. പരിപൂർണമായും ദിലീപ് എന്ന് പറയുന്നൊരു നടൻ്റെ കരിയർ ഏറെക്കുറെ ഇന്നൊക്കെ എത്തുമ്പോഴത്തേക്ക് ഇല്ലാതായി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. സിനിമകൾ മോശമായതുകൊണ്ടാണ് പരാജയപ്പെട്ടത്, അല്ലാതെ പുള്ളിക്ക് ഈ ഒരു പ്രശ്നമൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ ഒരാളുടെ മനസമാധാനം നഷ്ടപ്പെടുത്തി ജീവിതം തകർത്ത് കഴിയുമ്പോൾ സ്വാഭാവികമായും അയാളുടെ ചിന്തകളെല്ലാം തന്നെ പാളിക്കൊണ്ടേയിരിക്കും. ഇനി ഈ കേസിൽ നിന്ന് പുള്ളിയെ കുറ്റവിമുക്തനാക്കിയെന്ന് വെച്ചോളൂ, ഇയാൾക്ക് ഈ നഷ്ടപ്പെട്ട കഴിഞ്ഞ 7-8 വർഷക്കാലം ആര് തിരിച്ചു കൊടുക്കും? അതാണ് ഉദ്ദേശം.
പക്ഷേ എങ്കിലും ഒരു നിയമ സംവിധാനങ്ങൾ അല്ലെങ്കിൽ ഇത് ഈ ആക്രമണത്തിനിരയായ പെൺകുട്ടി അല്ലെങ്കിൽ അദ്ദേഹത്തിന് ചുറ്റുമുള്ള ഇത്രയും വലിയൊരു ഫാബ്രിക്കേറ്റഡ് സ്റ്റോറി അല്ലെങ്കിൽ വലിയ ഫാബ്രിക്കേഷൻ ഒന്നും ചെയ്യേണ്ടെന്നേ, ഈ വകുപ്പ് അടിച്ചു ചുമത്തിയാൽ മതി. അതായത് അപ്പം ഞാൻ ഇപ്പോൾ അന്ന് വിളിച്ചപ്പോൾ ദിലീപേട്ടൻ തന്നെ എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, അതിൽ എന്നെ ചോദ്യം ചെയ്യാൻ. അപ്പം ഇതിനകത്ത് ഏറ്റവും വലിയ രസകരമായ ഒരു കാര്യം, തെറ്റ് ചെയ്തിട്ടുണ്ടെന്നൊരു തോന്നൽ വരുന്നൊരുത്തൻ കേരള പോലീസ് ചോദ്യം ചെയ്യാൻ വിളിച്ചാൽ പോവും. ഇനി തെറ്റ് ചെയ്തിട്ടില്ലെന്ന് തന്നെ വെച്ചോ, ഇല്ല അതിപ്പോൾ പോലീസ് നമ്മളെ കൊടുക്കാൻ നിൽക്കുകയാണെന്നൊരു തോന്നൽ നമുക്ക് വന്നാൽ നമ്മൾ മുൻകൂർ ജാമ്യം എടുക്കാൻ നോക്കും. അത് ചെറിയവനായാൽ പോലും മാറി നിന്നിട്ട് എങ്ങനെങ്കിലും ഒരു മുൻകൂർ ജാമ്യം എടുക്കാൻ നോക്കും. തെറ്റ് ചെയ്തിട്ടില്ലെന്ന് ബോധ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം എനിക്കതൊരു സൈബർ കേസ് കൊടുത്തു. ഞാൻ അന്നേ ദിവസം ഞാൻ എറണാകുളത്ത് നിന്ന് വണ്ടി ഓടിച്ച് തിരുവനന്തപുരത്ത് നിന്ന് ഞാൻ ആ പോലീസുകാർ എന്നെ 5 മണിക്കൂർ ചോദ്യം ചെയ്തെന്ന് വേണമെങ്കിൽ പുറത്ത് പറയാം. കാര്യം ഏകദേശം 5 മണിക്കൂറോളം ഞാൻ ഉള്ളിലുണ്ടായിരുന്നു. ഞങ്ങൾ വെറുതെ തമാശയും പറഞ്ഞ് എനിക്കെതിരെ പരാതി കൊടുത്ത ആളുടെ കാര്യങ്ങളിലും അതിൻ്റെ മറ്റു കാര്യങ്ങളിലും ഒക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ ചുമ്മാതെ പല വിഷയങ്ങളും സംസാരിച്ച് അവിടെ ഇരുന്ന് ഇറങ്ങിപ്പോരുകയാണ് ചെയ്തത്. കാരണം ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. ഞാൻ അവരോട് ചോദിക്കുന്നുണ്ടായിരുന്നു, സാർ ഇതിനകത്ത് ഏത് വകുപ്പിട്ട് കേസെടുക്കുക, എന്താണ് എനിക്കെതിരെയുള്ള ഒഫൻസ്, ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്. അപ്പോൾ അവർ പറഞ്ഞിട്ട് അറിയാമല്ലോ സ്ത്രീകൾക്കെതിരെയുള്ള ഇങ്ങനെയൊക്കെ ഞങ്ങളിങ്ങനെ സംസാരിച്ചത്. ദിലീപേട്ടൻ എന്നോട് എപ്പോഴും പറഞ്ഞൊരു കാര്യമാണ്, പുള്ളിയെ ചോദ്യം ചെയ്യാൻ പറഞ്ഞ് വിളിപ്പിച്ച് 13 മണിക്കൂർ ഇരുത്തിയതിൽ ഒരു മണിക്കൂറോ 1.5 മണിക്കൂറോ പരമാവധി ഇവർ കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടാവും. ബാക്കി മിക്ക സമയവും പുള്ളി അവിടെ തമാശ പറഞ്ഞിരിക്കുകയായിരുന്നെന്നും അവിടെ കിടന്ന് ഉറങ്ങുമായിരുന്നെന്നും 13 മണിക്കൂർ ദിലീപിനെ തുടർച്ചയായി ചോദ്യം ചെയ്തു എന്ന വാർത്ത പുള്ളി പുറത്തിറങ്ങി കണ്ടപ്പം പുള്ളി തന്നെ ഞെട്ടിപ്പോയെന്ന് പുള്ളി പറഞ്ഞിട്ടുണ്ട്. കാരണം അകത്തെന്താ സംഭവിച്ചെന്ന് പുള്ളിക്കറിയാം. പിന്നെ ഇങ്ങനൊരു വകുപ്പ് ഒരു FIR ഇട്ട് ഇപ്പം ഇതേ സാധനം ഇപ്പം എൻ്റെ കാര്യത്തിൽ ഞാൻ വേണേൽ പറയാം. ഇപ്പം ഞാൻ തിരുവനന്തപുരത്ത് അവിടെ ചെല്ലുന്നു, ഈ പോലീസ് ഉദ്യോഗസ്ഥൻ വളരെ മര്യാദക്കാരനായതുകൊണ്ടും നീതിബോധമുള്ള ഒരാളായതുകൊണ്ടും മേൽഘടകത്തിൻ്റെ സ്വാധീനത്തിന് വഴങ്ങാൻ അദ്ദേഹം തയ്യാറായിട്ടില്ലെന്ന് തന്നെ പുള്ളിക്ക് ഒരു സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി. അയാൾക്ക് വേണമെങ്കിൽ എനിക്കെതിരെ സ്ത്രീകളെ അപമാനിച്ചു എന്നുള്ളൊരു കാരണം പറഞ്ഞുകൊണ്ട് ഒരു വകുപ്പങ്ങ് ഇട്ടാൽ ഞാൻ അവിടെ ഇരിക്കുകയാണ്. ആ സ്പോട്ടിൽ എന്നെ റിമാൻഡ് ചെയ്തിട്ട് അവരെന്നെ ജയിലിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ എന്ത് ചെയ്യും? ഇപ്പോൾ 2 ദിവസമെങ്കിൽ 2 ദിവസം, 3 ദിവസമെങ്കിൽ 3 ദിവസം ഞാൻ ജയിലിൽ കിടന്നിട്ട് എനിക്ക് ഇറങ്ങാൻ പറ്റൂ? ഞാൻ എന്തോ തെറ്റ് ചെയ്തു? ഇപ്പോൾ മറ്റേ നാട് മുഴുവൻ എൻ്റെ പേരിൽ അടിച്ചു വരും. സ്ത്രീകളെ അപമാനിച്ചതിൻ്റെ പേരിൽ പുള്ളി ജയിലിൽ കിടന്ന ഒരാളാണെന്നേ വരത്തുള്ളൂ. പോലീസ് ഒരു FIR ഇടുന്നതിന് മുമ്പ് നടത്തേണ്ട കാര്യങ്ങളോ തെളിവുകളോ ഒന്നും പരിശോധിക്കാതെ ഒരാളെ ചോദ്യം ചെയ്തു. അതാണ് ഞാൻ പറഞ്ഞത്, അന്ന് മാതൃഭൂമിയുടെ വേണു അദ്ദേഹത്തെ കളിയാക്കിയ സമയത്ത് ഇദ്ദേഹം ചൂടാവുകയാണ് ചെയ്തത്. അങ്ങനെയൊക്കെ ചെയ്യുമോ ആരെങ്കിലും? സാധാരണ അതായത് ഞാൻ കുടുങ്ങും. നിങ്ങൾക്കൊക്കെ സൗഹൃദങ്ങളുണ്ട്. ആരെങ്കിലുമൊക്കെ ഒരാൾ എന്തെങ്കിലുമൊക്കെ രീതിയിൽ ആരോടെങ്കിലും മോശമായി പെരുമാറുകയോ മറ്റെന്തെങ്കിലും പ്രശ്നത്തിൽ പോയി ചാടുകയോ കുടുങ്ങുകയോ ചെയ്യുന്നൊരു ഘട്ടം വരികയും അതിന് തൊട്ട് മുമ്പ് അത് കുടുങ്ങാൻ പോവുകയാണെന്ന് നിങ്ങളെ ഒന്ന് അറിയിച്ചാൽ ഏത് വിധേനയും അതൊന്ന് സെറ്റിൽ ചെയ്യാനും അതുമായി ബന്ധപ്പെട്ട് ആര് വിളിച്ചാലും നമ്മൾ താന്ന് നിന്ന് സംസാരിച്ച് കാരണം അയ്യോ അവനെ വിഷയം ഉണ്ടാക്കല്ലേ എന്ന് പറയും. ഇപ്പം നിങ്ങൾ മാധ്യമപ്രവർത്തകരാണ്, ഇപ്പം ഞാൻ പറഞ്ഞ നിങ്ങളുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഇച്ചിരി കാശ് മേടിക്കാൻ നടക്കുന്ന മാധ്യമപ്രവർത്തകർ ഈ ആൾക്കാരെ ഭീഷണിപ്പെടുത്തിയിട്ട് അപ്പോൾ അവർക്കൊരു പർട്ടിക്കുലർ കാര്യം കിട്ടുന്നു, അതെ നിങ്ങളാകെ നടത്തിയ കാര്യത്തെക്കുറിച്ചുള്ള ന്യൂസ് ഞങ്ങളെ കിട്ടിയിട്ടുണ്ട്, ഞങ്ങളത് പുറത്ത് വിടും, അയാളെ ചീത്ത വിളിക്കുകയോ മറ്റേ നീ ഒറ്റ തന്തയ്ക്ക് പറഞ്ഞാൽ നീ അങ്ങ് പുറത്ത് വിടുക. അങ്ങനെ പറയണമെങ്കിൽ നീയൊക്കെ എന്ത് പുറത്ത് വിട്ടാലും ഞാൻ ആ തെറ്റ് ചെയ്തിട്ടില്ലെന്നുള്ള ബോധ്യം കൊണ്ടായിരിക്കും. ഞാൻ വിളിക്കാം നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്കൊന്ന് നേരിട്ടൊന്ന് കാണാൻ പറ്റുമോ എന്നാണ് അവൻ സംസാരിക്കുന്നതെങ്കിൽ അവൻ ആ തെറ്റ് ചെയ്തിട്ടുണ്ടെന്നും അവൻ നാളെ കുടുങ്ങുമെന്നുള്ള ഉറച്ച ബോധ്യമാണ്. അപ്പോൾ ഇവിടെ മാധ്യമങ്ങൾ സംസാരിക്കുന്ന സമയത്ത് ദിലീപ് കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കുന്നു, മാധ്യമപ്രവർത്തകരെ കുറിച്ച് ആക്ഷേപിച്ച് തന്നെ സംസാരിക്കുന്നു. അതിനുശേഷം പോലീസ് ചോദ്യം ചെയ്യാൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ പോകുന്നു. ഞാൻ ഈ ചിന്തിക്കുന്നത് ഒരു മനുഷ്യൻ്റെ ഇതെല്ലാം തന്നെ ഞാൻ കണ്ടെത്തുന്നത് ഒരു സാധാരണ മനുഷ്യൻ്റെ ബേസിക് ചിന്താഗതിയിൽ നിന്നുകൊണ്ട് കൂടിയാണ്. നമ്മൾക്ക് തെറ്റ് ചെയ്തിട്ടില്ലെന്ന ബോധ്യമാകാം നമ്മളെ അവിടെ മുന്നോട്ട് നയിക്കുന്നത്. ഇല്ലെങ്കിൽ ദിലീപിന് കാശില്ലാഞ്ഞിട്ടാണോ? ദിലീപിന് ഏത് രാജ്യത്തും ദിലീപിന് മുങ്ങാമായിരുന്നല്ലോ ഇങ്ങനൊരു വാർത്ത വരുന്ന സമയത്ത് തന്നെ. കാരണം ഇതറിഞ്ഞല്ലോ, ഈ വാർത്ത വന്ന് സ്പ്രെഡായി തന്നെ ഒരുപക്ഷെ ചോദ്യം ചെയ്യാൻ വിളിക്കും. എന്തായാലും ഒരാളെ പിടിച്ചിട്ടുണ്ട്, പൾസർ സുനിയെ പിടിച്ചു. പൾസർ സുനി എത്ര ദിവസം കഴിഞ്ഞാൽ ദിലീപിൻ്റെ പേര് പറയുന്നത്? എത്രയോ ദിവസം കഴിഞ്ഞാൽ ദിലീപിൻ്റെ പേര് പറയുന്നത്. അപ്പം അതാണ് പറഞ്ഞത് ഈ ജയിലിനകത്ത് വെച്ച് ഇവനെ കൊണ്ട് പറയിപ്പിച്ചതാണെന്നുള്ളത്.